ഞങ്ങളെ ആളെ മരിച്ചല്ലേ ഞങ്ങളെ കൊണ്ടുപോകില്ല. ഞങ്ങളെ സ്വന്തം ആൾക്കാരല്ലേ. ഞങ്ങളെ പച്ചവെള്ളം വരെയൊക്കെ കുടിക്കാനാണ് ഞങ്ങൾ ഇവിടെ വന്നത്. രണ്ടാള് മരിച്ചിട്ട് ഞങ്ങളെ പല്ല് വരെയൊക്കെ തേക്കാണ്ടല്ലോ ഈ വന്നത്. ഒരു ചായ വരെയൊക്കെ കുടിക്കാണ്ട് കാലത്ത്. ഞങ്ങളുടെ ആവശ്യമോ ഞങ്ങളുടെ ബോഡീനെ ഞങ്ങളെ കുടുംബത്തെ എത്തിക്കണം വായസാലിലേക്ക്. ഇവ മറ്റേ തൃശ്ശൂര് മെഡിക്കൽ കോളേജിലേക്ക്. വേറെ എതിർപ്പുകളൊന്നും ഇവിടെ നിർത്തണ്ടായി എന്നാ പറയണത്. എത്ര പെട്ടെന്ന് ഇന്നലെ മരിച്ചതല്ലേ. ഇന്നലെ ഇവിടെ എന്താ കുറെ ആൾക്കാരുണ്ട്. ഇത് സമരം ചെയ്ത് ഇങ്ങനെ ആയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എങ്ങനെ ജീവിക്കണത്? ആവശ്യത്തിന് ഒരാൾ പോലും കോളനിയിലേക്ക് കയറി വരണല്ലോ. ഇപ്പൊ മാത്രം എന്താ ഇവിടെ നിന്ന് എല്ലാരും വരുന്നത്? ഒരു ആവശ്യത്തിന് പോലും ഒരാൾ പോലും വരാറില്ല. ബന്ധുക്കളാണോ? ബന്ധുക്കളാണ്. ഈ ആദിവാസികൾക്ക് വേണ്ടിട്ട് യാതൊരുവിധ പ്രവർത്തനം ആരും നടത്തിയില്ല. എം പിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഇപ്പൊ മരിച്ചു കഴിഞ്ഞത് ഇപ്പം ഈ മൃതദേഹം തട്ടിയെടുത്തത് അവരുടെ ആവശ്യത്തിന് വേണ്ടി നടക്കുകയാണ്. അതിനെതിരാണ് നമ്മളെ ആദിവാസി. ഒരു മൃതദേഹം മാത്രമാണ് ഇപ്പൊ നമ്മളങ്ങോട്ട് കൊണ്ടുപോകുന്നുള്ളൂ. ഒരു മൃതദേഹം ഇവിടെ തന്നെ നമ്മൾ എന്ത് ചെയ്യും? അംബികയുടെ തൃശ്ശൂര് വെള്ളത്തിൽ മുങ്ങി മരിച്ചിട്ടില്ല. വെള്ളത്തിൽ അങ്ങനെ നിങ്ങൾ പറയണ്ട. അത് തെറ്റിദ്ധരിപ്പിക്കലാണ്. ആന ഓടിച്ച ആനയുടെ ഭാഗമായിട്ടുള്ള പ്രത്യാനന്തരമാണ്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ജനറൽ ആശുപത്രി മെഡിക്കൽ കോളേജ് കൃത്യമായിട്ട് മനസ്സിലാവണമെങ്കിൽ അവിടുത്തെ ഡോക്ടർമാർ പരിശോധിക്കണം. നമുക്കരുത്ത് നിർണ്ണയിക്കാൻ പറ്റില്ല. മനസ്സിലാവണ്ട. ഒരാളുടെ മൃതദേഹം മാത്രമാണ് മെഡിക്കൽ കോളേജിൽ. ഒരാളുടെ ഇവിടെ അതാണ് ഒരാളുടെ മൃതദേഹം. അംബികയുടെ മൃതദേഹം ഇവിടെ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. ഇനി ഇവിടെ ഉള്ളത് സതീഷിന്റെ മൃതദേഹമാണ്. അതായത് ഈ കുടുംബം പറയുന്നത് ഒരു വിഷയത്തിലും ഇതുവരെ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉയർന്ന ഒരു ഘട്ടത്തിലും സർക്കാരിന്റെയോ അല്ലെങ്കിൽ ഈ രാഷ്ട്രീയ പാർട്ടികളുടെ സഹായം ഉണ്ടായിട്ടില്ല. തങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഈ ബോഡി വിട്ടുകിട്ടണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം.